എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവയാനി ആൻമേരുടെ അടുത്ത് നിൽക്കുകയാണ്. ആൻമേരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച അവാർഡിനെ കുറിച്ചൊക്കെ. പിന്നീട് ആൻമേരി പറഞ്ഞു, അതെ ആന്റിയുടെ കയ്യിലുള്ള ആ ഡിസൈൻ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാൻ പറയണം, കാരണം അതുപോലെ ഒന്ന് പണിയിപ്പിക്കണമല്ലോ. പിന്നീട് ആൻമേരിയേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആൻമേരിയോട് പറഞ്ഞു, അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരും, മറിഞ്ഞു നിന്നാണെങ്കിലും എന്റെ മോൾക്ക് അവാർഡ് കിട്ടുന്ന ആ ചടങ്ങ് എനിക്കൊന്ന് കാണണം എന്ന് പറയാ. ആന്റി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോരെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആന്റിക്ക് ഞങ്ങൾ ചെയ്തു തന്നോളെന്ന് പറയണം. പിന്നെ അറിയാലോ, ഞാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ആരും അറിയില്ലെന്ന് പറയണം. ഒരിക്കലും ഇല്ല ആന്റി, ആന്റി ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ദേവേനി വീട്ടിലേക്ക് പോരുന്നത്. പിന്നീട് നയനെ ആൻമേരിയെ വിളിക്കുകയാണ്. ആൻമേരി വിളിച്ചിട്ട് ചോദിച്ചു, നയനയല്ലേ, നയനമ്മയുടെ അല്ലെന്ന് ചോദിക്കാം. അതെ, ആരാ? ഞാനേ ചാനൽ റിപ്പോർട്ടിൽ നിന്ന് ആൻമരിയാന്ന് പറയണ. അറിയാവോ, മുമ്പ് ഞാനാണ് നയന മാഡത്തിന്റെ പുതിയ ഡിസൈനിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് കൊടുത്ത് ടി വിക്കകത്ത്. ഓ, ഇപ്പം മനസ്സിലായി, ഗ്രേസി ആന്റിയുടെ മോളല്ലേന്ന് ചോദിക്കാണ്. അല്ല, എന്നെ എന്റെ അമ്മേനെയൊക്കെ അറിയാവോ? ആ, ഇവിടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ ഫ്രണ്ടിന്റെ മോളും അല്ലേന്ന് ചോദിക്കും. അതെ. അല്ല, എന്ത് പറ്റി ആൻമരി? ആൻമരി എന്തിനാ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞങ്ങളുടെ സംഘടനയുണ്ട്, വുമൺസ് കൾച്ചർ സൊസൈറ്റി. അപ്പൊ വുമൺസ് കൾച്ചർ സൊസൈറ്റി എല്ലാ വർഷവും അവാർഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തവണത്തെ ബെസ്റ്റ് ഡിസൈൻ അവാർഡ് കിട്ടിയിരിക്കുന്ന ഡിസൈനർ അവാർഡ് കിട്ടിയിരിക്കുന്ന നയനമാടത്തിനാന്ന് പറയണം. എനിക്കോന്ന് ചോദിക്കണം. അതെ, നയനമാടത്തിനെയാണ് ബെസ്റ്റ് ഡിസൈനർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് പറയണം. ഇത് കേട്ടപ്പോ നയനയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഇതായിപ്പോയി. പെട്ടെന്ന് ചോദിച്ചു, അല്ല അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കാം. നയന ആന്റിയോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ആന്റിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ആന്റിക്ക് പണ്ട് മുതലേ നയനമാടത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ടാന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാരും കൂടി ഒത്തോണ്ടുള്ള കളിയാണ്. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. ആ സമയം നയന് വിചാരിച്ചു, അപ്പ അമ്മ അതിനു വേണ്ടിയിട്ടാണ് ആൻമരിയെ കാണാനായിട്ട് പോയത്. എന്നിട്ട് അമ്മയുടെ പേര് പറയലെന്നൊക്കെ പറഞ്ഞ് അമ്മ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവായി നിൽക്കുകയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ നയന് വിചാരിക്കുകയാണ്. ഈ സമയം രേവതിയും വേണു ആകെപ്പാടെ വേദനയോട് കൂടി ഇരിക്കുകയാണ്. അപ്പോഴേക്കും അനാമിയ അങ്ങോട്ടേക്ക് വന്നു. കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ടാ വന്നേ. അങ്ങനെ ചൂട് പിടിക്കുകയാണ് വേണുവിന്റെ ദേഹത്ത്. വേണു പറഞ്ഞു, മോളെ പതുക്കെ, എനിക്ക് നന്നായിട്ട് ദേഹം വേദനിക്കുന്നുണ്ടെന്ന് പറയാം. അച്ഛാ, പിന്നെ എന്ത് ചെയ്യാനെന്ന് പറ, ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ പരാതി കൊടുക്കാനോ പറ്റത്തില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എനിക്ക് നല്ല വേദനയുണ്ട് മോളെ, എന്റെ ദേഹാസകലം ഒന്ന് ചൂടൊക്കെ പിടിക്കണോന്ന് പറയണം. എന്ത് ചെയ്യാനെന്ന് പറ, ആ നശിച്ചവള് ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശപിക്കുകയാണ്. അപ്പോഴേക്കാണ് കോളിംഗ് ബെൽ അടിച്ചേ. അയ്യോ മോളെ, ആരണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നേ. ഇനിയിപ്പൊ അവളെങ്ങാനും ആണോ വന്നിരിക്കുന്നേ? എന്റെ അമ്മേ, പട്ടാ പകലൊന്ന് ആരാക്രമിക്കാനോ ഒരു ബുദ്ധിയും ബോധം ഇല്ലേ നിൽക്കും. നിനക്ക് അതൊക്കെ പറയാം. ഞങ്ങളാ ഇടിയടിയും കൊണ്ടതാ, ഞങ്ങൾക്ക് അതിന് വേദനയും വിഷമം അറിയത്തുള്ളൂ. ഒരു കോളിംഗ് ബെല്ല് ശബ്ദിച്ചാൽ പോലും ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയണം. ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും, ഞാൻ പോയി തുറന്നു നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ അനാമിക പോയി തുറക്കുവാണ്. കഥ തുറന്നു കഴിയുമ്പത്തേനും ആനിയാണ് അങ്ങോട്ടേക്ക് വന്ന്. ഓ, നീയോ എന്നുള്ള മട്ടില് അനാമിക അങ്ങോട്ടേക്ക് കയറിപ്പോന്നു. പിന്നീട് അനി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അങ്കിളേന്ന് ചോദിക്കണം. എന്റെ പൊന്നു മോനെ, ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയാ. അല്ല, ആരാ അങ്കിളെ ഇത് ചെയ്തേന്ന് ചോദിക്കുക. വേറെ ആര് ചെയ്യാനായിട്ട്, ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ. നന്ദു? ഏത് നന്ദു? ഓ, നിനക്ക് മനസ്സിലായില്ലല്ലേ, നിന്റെ കാമുക നന്ദു എന്ന അനാമിക പറയണം. അനാമിക വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. പിന്നെ അവന് നന്ദുവിനെ മനസ്സിലായില്ല പോലും. അതെ, നന്ദു അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല, അതാ ഞാൻ ചോദിച്ചെന്ന് പറയണം. പിന്നെ ഒന്നും ചെയ്യുന്നവളല്ല, ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു, നാളെ രൂപക്കൂട് പണം തിരുത്താന്ന് പറയാം. ഇത് കേട്ടപ്പോ അനി മനസ്സിൽ ചിരിക്കുകയാണ്. കിട്ടാനുള്ളത് തന്നെ അടി കിട്ടിയിരിക്കുന്നേ. എനിക്ക് നല്ല സന്തോഷമുണ്ട് മനസ്സിൽ, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഈ സമയത്ത് രേവതി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് വിഷമമൊന്നും തോന്നരുത്. അവള് കണ്ടില്ല ഞങ്ങൾ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇട്ടിരിക്കുന്നേ. അവൾ ഒരിക്കലും ഗതി പിടിക്കാനായിട്ട് പോകുന്നില്ല. മോന്റെ ഫ്രണ്ടൊക്കെയാണെന്നറിയാം, പക്ഷെങ്കില് ഒരു കാര്യം അവളോട് പറഞ്ഞേക്കണമെന്ന് പറയണം. മേലാല് ഇനി ഇതുപോലൊന്നും കയറി ഞങ്ങളെ ചവിട്ടി മെതിച്ചേക്കല്ലെന്ന്. വേണു പറഞ്ഞു, അത് ശരിയാ, ഒന്ന് പറഞ്ഞേക്കണേ, ഇനി ഞങ്ങളെ ഇങ്ങനെ തല്ലി ചതച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോലും ബാക്കി ഉണ്ടാകത്തില്ലെന്ന് പറയണം. പിന്നീട് രേവതി അനാമിക പറഞ്ഞു, മോളെ നീ പോയി ചായ എടുക്കാൻ പറയണം. ഇവൾക്ക് ചായയൊക്കെ എടുക്കാൻ അറിയാമെന്ന് അനി ചോദിക്കുക. അതെന്താടാ, എനിക്കൊരു ചായ ഇടാൻ പോലും അറിയത്തില്ലേ, അത്യാവശ്യം ഒരു ചായ ഇടാനൊക്കെ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. ഓ, രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അനി ഇങ്ങനെ പറയണം. പിന്നീട് അനാമിക ചാടിത്തുള്ളി അകത്തേക്ക് കയറി പോവാം. ഈ സമയം അനി ചോദിച്ചു, അല്ല നന്ദു ഇങ്ങനെ വന്ന് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമില്ലാതിരിക്കില്ലല്ലോ, എന്താ കാരണം ആന്റിന്ന് ചോദിക്കണം. ഇത് കേട്ടതും വേണുവിനെ പതുക്കെ ഒന്ന് നോക്കണം രേവതിക്ക്. എന്ത് മറുപടി പറയണം നടത്തില്ല. അത് പിന്നെ എനിക്കറിയത്തില്ല. ഓ, ഒരു പക്ഷേങ്കില്
എന്റെ അനാമിക മോൾ അവളെ നിൽക്കുന്നോണ്ടുള്ള ദേഷ്യമായിരിക്കും അവൾക്ക്. അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ ചെയ്തതെന്ന് പറയാം. ഹേ, അത്ര കാര്യമൊന്നും അല്ല നന്ദു. നന്ദു അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല. അങ്ങനെ ആരെയും കയറി അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവും. ഒരു കാരണമില്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാം. ഒരു പക്ഷേങ്കില് അങ്കിൾ അങ്ങോട്ട് പോയില്ലേ കോടതിയിലേക്ക്, അത് നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാൻ വേണ്ടിയിട്ടാണോ ആ പോയെന്ന് ചോദിക്കുക. അതെന്താ മരുമാനെ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ, ഓ അത് പിന്നെ അതുകൊണ്ടൊന്നും അല്ല. അനന്തപുരിയില് അവളുടെ 2 ചേച്ചിമാരുണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഒരു ബന്ധമുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അവള് മോചിതയാവാനായിട്ട് അവള് മോചിതയാകുന്ന കാണാനായിട്ട് പോയതാന്ന് പറയാം. ഓ അങ്ങനെ പോയതല്ലേ, അല്ലാതെ അങ്കിൾ അവളെ ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാനുള്ള സന്തോഷം കൊണ്ടല്ലേ അല്ലേന്ന് ചോദിക്കണം. മുഖത്ത് നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണു പതർച്ച. വേണു പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ദേവേനെ ആൻമരിയെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു. നയനെ എന്നിട്ട് പറഞ്ഞു, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ? എന്നെ ആൻമരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാം. ആൻമരിയോ ഏത്? ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിക്കണം. ആ ഗ്രേസി ആന്റിയുടെ മോൾ ആൻമരിയോ? ഓ, അവളെന്തിനെ പോലെ നിന്നെ വിളിച്ച? ഇനി വല്ല ഇന്റർവ്യൂ ഒക്കെ എടുക്കാനാണോ? അങ്ങനെ എന്തേലും ആണെങ്കിൽ നാട്ടിൽ വേറെ എത്ര പെൺകുട്ടികളുണ്ട്, അവരുടെ ആരുടെയും ഇന്റർവ്യൂ എടുത്ത പോരെ. നിന്റെ ഇന്റർവ്യൂ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയാം. അതിനൊന്നും അല്ലമ്മ വിളിച്ചേ. പിന്നെയോ, അവരുടെ സംഘടനയുണ്ട്, വുമൺസ് കൾച്ചറൽ സൊസൈറ്റി. അപ്പൊ ആ സംഘടന നൽകുന്ന ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് ഡിസൈനർ അവാർഡ് എനിക്കാ കിട്ടിയിരിക്കുന്നു പറയാണ്. നിനക്കോ? അത് കൊള്ളാലോ. അല്ലല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ആരും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ നയനോട് അതെന്താമേ അങ്ങനെ പറയാനായിട്ട് കാരണം? അല്ല, അവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം, ഓ ഇനിയിപ്പൊ ചിലപ്പം എന്നോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും നിനക്ക് ഈ അവാർഡ് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു നിനക്ക് ഈ അവാർഡ് തരാനായിട്ട്. ഞാൻ പറഞ്ഞാനും വേണ്ട, അവൾക്ക് ഈ അവാർഡ് കൊടുക്കണ്ട, അതിനുള്ള അർഹതയും കാര്യങ്ങളൊന്നും അവൾക്കില്ലെന്ന്. ഇത് കേട്ട നയന പറഞ്ഞു, കൊള്ളാലോ അമ്മ. അമ്മ വീണെടുത്ത് കിടന്ന് നല്ലതായിട്ട് ഉരുളുവാണല്ലോ. അമ്മ ആൻമരിയെ കാണാൻ പോയത് എന്തിനാന്നൊക്കെ എനിക്കറിയാം. എനിക്കിടന്ന് കൂടുതൽ കിടന്ന് ഉരുളണ്ട എന്നുള്ള രീതിയിൽ നയന ദേവേനെ നോക്കി ചിരിക്കുക. നീ എന്തിനാ ചിരിക്കണേ? ഒന്നില്ലമ്മേ, വെറുതെ ചിരിച്ചാന്ന് പറയണം. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം ആദർശന്റെ അരിയിലേക്ക് ജയം വരുവാണ്. കമ്പനി വെച്ച് പെട്ടെന്ന് തന്നെ ആദർശ് പറഞ്ഞു, അച്ഛൻ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണേ. എന്താ? എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ. അവാർഡോ? അതെ, വുമൺസ് കൾച്ചറൽ സൊസൈറ്റി കൊടുക്കുന്ന ഗ്രേസി ആന്റിയുടെ മോളില്ലേ, അപ്പൊ അവർക്കൊരു സംഘടനയുണ്ട്. അപ്പൊ അവര് കൊടുക്കുന്ന അവാർഡാന്ന് പറയണം. ആഹാ, കൊള്ളാലോടെ മോനെന്ന് പറയണം. അല്ലെങ്കിലും അതെ, അവൾക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, വീട്ടിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ലേ ഈ കാര്യങ്ങളൊക്കെ, ഇപ്പോഴാണ് ഞാൻ അറിയണേന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അല്ലെങ്കിലും അവള് മിടിക്കുന്നല്ല, മിടിക്കുന്ന തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ടല്ലേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവളെ തേടി ഓരോ അവാർഡുകളൊക്കെ എത്തുന്നതെന്ന് പറയാണ്. ആദർശ് പറഞ്ഞു, എനിക്കിതൊന്ന് ആഘോഷിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോവാട്ടോ വെച്ചാന്ന് പറയണം. അതിനെന്താ, നീ നേരത്തെ പോയിക്കോ മോനെ എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വരുവാണ്. ആദർശ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും വസ്തന മുത്തശ്ശി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പുസ്തകമൊക്കെ മറിച്ചു നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീട് മുത്തശ്ശിയോട് വന്നിട്ട് പറഞ്ഞു, അത് മുത്തശ്ശി, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. സന്തോഷ വാർത്ത? എന്താണ് മോനെ? നമ്മുടെ നയനയ്ക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയണം. അവാർഡോ? ഇത് കേട്ടോണ്ടാണ് ജാനകിയും ജലജയും അങ്ങോട്ട് വരുന്നത്. എന്താ അവാർഡാടാ ആദർശേ? അത് പിന്നെ വുമൺസ് കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡാന്ന് പറയണോ? ഓ, അങ്ങനെയുള്ള അവാർഡ്. അല്ല, ഇതിന്റെ പിന്നിൽ ആരുടെ പ്രവർത്തിച്ചിരിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. ഗ്രേസി ആന്റിയുടെ മോൾ ഉണ്ടല്ലോ, ആൻമരിയ. ആൻമരിയൊക്കെ ഉള്ളൊരു സംഘടനയാന്ന് പറയാം. ഓ, അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അപ്പം ഏട്ടത്തിയുടെ കൂട്ടുകാരുടെ മോളും ചേർന്ന് സംഘടിപ്പിച്ച അവാർഡ് അതല്ലേ? വെറുതെ അല്ല, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോഴേക്കും നയനയും ദേവേനയും കൂടെ ഇങ്ങോട്ട് വരുവാണ്. പിന്നീട് പറഞ്ഞു, കൊള്ളാലോടെ നീ പൈസ കൊടുത്താൽ അവാർഡ് ഓസിൽ അങ്ങോട്ട് സംഘടിപ്പിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും നയന ചോദിച്ചു, പൈസ കൊടുത്തോ? അതിന് എവിടുന്ന്? എന്റെ കയ്യിൽ എവിടുന്നാ അപ്പച്ചി പൈസ എന്ന് ചോദിക്കുകയാണ്. പൈസ നിന്റെ കയ്യിലില്ലേ? നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അതെ, എന്റെ കയ്യിലുള്ള പൈസ ഇങ്ങനെ അവാർഡിന് അതിനും ഇതിനും വേണ്ടിയിട്ട് ചുമ്മാ ദൂർത്തടിച്ച് ചെലവാക്കാനുള്ള പൈസയൊന്നും അല്ല. പിന്നെ ഞാൻ ഇവൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അത് ഇവള് സേഫായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അല്ലാതെ പൈസ കൊടുത്ത് അവാർഡ് മേടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറയണം. ഈ സമയം ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് ജലജ പറഞ്ഞു, കേട്ടില്ലേ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഏടത്തിയുടെ മുഖം മാറിയത്. ഇത് കേട്ടപ്പോ ജലജയോട് ദേവേനി പറഞ്ഞു, ഞാൻ ഈ കാര്യം അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എന്നെ സമ്മതിക്കില്ലായിരുന്നു പറയണം. ജാനകി പറഞ്ഞു, അത് ശരിയാ ഏടത്തി അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. ആ സമയം മുത്തശ്ശി നയനയെ വിളിച്ച് കൺഗ്രാസ് ചെയ്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. മോൾക്ക് നല്ല ഐശ്വര്യമുണ്ട്, അല്ലെങ്കിൽ ഈ മോൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് കയറിയതിന് ശേഷം ഇങ്ങനത്തെ
ഐശ്വര്യങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് പറയണ. ഇവിടെ ഇത്രയും മക്കളും കൊച്ചുമക്കളും അല്ല ഒക്കെ ഉണ്ടല്ലോ, ഭാര്യമാരും എല്ലാം ഉണ്ട്. എങ്കിലും അവർക്കൊക്കെ ഇന്ന് വരെ ഇതുപോലത്തെ അവാർഡും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ലോ എന്ന് പറയണം. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ ജാനകിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് ജലജ പറഞ്ഞു, പിന്നെ എന്റെ അമ്മേ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ലേ നിൽക്കും. ഇത് ജലജ, നീ ഒരക്ഷരം പോലും മിണ്ടരുത്. പൈസ കൊടുത്ത് പോലും നിനക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റിയില്ലോ, പിന്നെ കൂടുതൽ നീ വലിയ വർത്താനം പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അതിനുശേഷം ദേവേനോട് പറഞ്ഞു, ദേവേനി നിന്റെ മരുമോളെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവൾ എത്ര നല്ലവളാന്ന്. നീ ഇവരോടൊപ്പം ചേർന്നിട്ട് അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണ. ആ സമയം ദേവേനി മനസ്സിൽ ചിരിക്കുവാണ്. താൻ കാരണമാണ് ഈ അവാർഡ് കിട്ടിയെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയത്തില്ലോ, പക്ഷെ ഇപ്പൊ അത് വെളിപ്പെടുത്താനും പറ്റില്ല. ജലജേടൻ ജാനകിയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരുടെ മുഖം വല്ലാത്തൊരവസ്ഥയിലാ കടന്നല് കുത്തിവേല ഇരിക്കുന്നത്. എന്റെ മരുമോളെ അങ്ങനെ തോൽപ്പിക്കാൻ നീ ഒന്ന് ശ്രമിക്കണ്ട. ഒരിക്കലും അതൊന്നും നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മരുമോൾക്ക് ഇനി ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ അവരെ നോക്കി മനസ്സിൽ പറഞ്ഞൊരു ചെറിയ പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ്. ജാനകി ചോദിച്ചു, അല്ല ഏടത്തെ എന്തിനാ ചിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാനൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ച് ചിരിച്ചാ. അല്ല ഏടത്തേക്ക് സന്തോഷമാണ് ഈ അവാർഡ് കിട്ടിയില്ല. എവിടുന്ന്? എനിക്കൊരു സന്തോഷമില്ലെന്ന് പറയണേ. ഈ സമയം മുത്തശ്ശി ആദർശനോട് പറഞ്ഞു, മോനെ നീ അവളെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെല്ലാൻ പറയണ. അങ്ങനെ നയനെയും കൂട്ടിക്കൊണ്ട് ആദർശം മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് ജലജയ്ക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നിന്നെ കൊണ്ടൊക്കെ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ദിവസം അവാർഡ് ദാന ചടങ്ങിന് വേണമെങ്കിൽ പോയി അന്ന് കൂടിയിട്ട് വരാൻ പറയാണ്. പിന്നെ കൂടാൻ പറ്റുന്ന ഒരു അവാർഡ് ദാന ചടങ്ങല്ലേ അത്. നല്ല പോക്ക് ഞാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, അമ്മേ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ഒരു അവാർഡ് പോലും അതിനുള്ള അർഹതയും കാര്യങ്ങളൊന്നും അവൾക്ക് ഇല്ലാന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, പിന്നെ നിനക്കാണോ അതിനുള്ള അർഹതയുള്ളതെന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ല അവളുടെ എന്ത് കണ്ടിട്ട് അവൾക്ക് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്? ഡിസൈനിങ് ആണ് പോലും. എന്ത് ഡിസൈനിങ്? എന്തിനേലും കൊള്ളാവോ? പിന്നെ ആൾക്കാരുടെ കണ്ണിന് കുഴപ്പമുള്ള ആളുടെ കുഴപ്പമാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, നിന്റെ മോനേക്കാളും എന്തും 100 ഭേദം വന്ന് ദേവേനി മനസ്സിൽ പറയാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ജലജ ഇനി നീ കൂടുതൽ ഒരു അഷ്ടം പോലും മിണ്ടിയേക്കല്ല. ഇത്രയും പ്രായമുണ്ടെന്ന് വിചാരിക്കില്ല. നിന്റെ കർണം ഒടിച്ചാൻ പോയിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതിന് ഞാനൊന്നും പറഞ്ഞല്ലോ. പറഞ്ഞില്ല പോലും. നിന്റെ അസൂയയ്ക്കും കുശുമ്പിനും ഒരിക്കലും നീ ഗതി പിടിക്കാത്തെ, നീ ഒരിക്കലും നന്നാവാനും പോത്തെ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടരുത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.